ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമുക്ക് വചനം വായിക്കാം. സങ്കീർത്തനം 92. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായുള്ളവയെ നിന്റെ നാമത്തെ കീർത്തിക്കുന്നതും 10 കമ്പിയുള്ള വായുത്രം കൊണ്ട് വീണ കൊണ്ടും ഗംഭീര സ്വരമുള്ള കിന്നരം കൊണ്ടും രാവിലെ നിന്റെ ദയയും രാത്രിതോറും നിന്റെ വിശ്വസ്തയെയും വർണ്ണിക്കുന്നതും നല്ലത്. യഹോവയെ നിന്റെ പ്രവൃത്തികൾ കൊണ്ട് നീ എന്നെ സന്തോഷിപ്പിക്കുന്നു. ഞാൻ നിന്റെ കൈകളുടെ പ്രവൃത്തിയെക്കുറിച്ച് ഘോഷിച്ചുല്ലസിക്കുന്നു. യഹോവയെ നിന്റെ പ്രവൃത്തികൾ എത്ര വലിയതാവുന്നു! നിന്റെ വിചാരങ്ങൾ അത്യന്തം അഗാധമായവ തന്നെ. മൃഗപ്രായനായ മനുഷ്യൻ അത് അറിയുന്നില്ല, മൂഢൻ അത് ഗ്രഹിക്കുന്നതുമില്ല. ദുഷ്ടൻ പുല്ലുപോലെ മുളയ്ക്കുന്നതും നീതിയോട് പ്രവർത്തിക്കുന്നവരൊക്കെയും തഴയ്ക്കുന്നതും എന്നേക്കും നശിച്ചു പോകേണ്ടതിനാവുന്നു. നീയോ യഹോവേ എന്നേക്കും അത്യുന്നതനാവുന്നു. യഹോവേ, ഇതാ നിന്റെ ശത്രുക്കൾ നശിച്ചു പോകുന്നു. നീതികേട് പ്രവർത്തിക്കുന്ന ഏവരും ചിതറിപ്പോവും. എങ്കിലും എൻ്റെ കൊമ്പ് നീ കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തും. പുതിയ എണ്ണ എന്നെ തേപ്പിക്കുന്നു. എൻ്റെ കണ്ണ് എൻ്റെ ശത്രുക്കളെ കണ്ട് എൻ്റെ ചെവി എന്നോട് എതിർക്കുന്ന ദുഷ്കർമ്മികളെക്കുറിച്ചും കേട്ട് രസിക്കും. നീതിമാന്മാർ പന പോലെ തഴയ്ക്കും, ലെബാനോനിലെ ദേവദാരുവും പോലെ വളരും. യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിൻ്റെ പ്രകാരങ്ങളിൽ തഴയ്ക്കും. വാർദ്ധക്യത്തിൽ അവർ ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കും. അവർ പുഷ്ടി വെച്ച് പച്ച പിടിച്ചിരിക്കും. യഹോവ നേരുള്ളവൻ, അവൻ എൻ്റെ പാറ, അവനിൽ നീതികേടില്ല എന്ന് കാണേണ്ടതിന് തന്നെ. സങ്കീർത്തനം 93. യഹോവ വാഴുന്നു, അവൻ മഹിമ ധരിച്ചിരിക്കുന്നു. യഹോവ ബലം ധരിച്ച് അരയ്ക്ക് കെട്ടിയിരിക്കുന്നു. ഭൂലോകം ഇളകാതെ ഉറച്ചു നിൽക്കുന്നു. നിന്റെ സിംഹാസനം പുരാതനമേ സ്ഥിരമായിരിക്കുന്നു. നീ അനാദിയായുള്ളവൻ തന്നെ. യഹോവയെ പ്രവാഹങ്ങൾ ഉയർത്തുന്നു, പ്രവാഹങ്ങൾ ശബ്ദം ഉയർത്തുന്നു, പ്രവാഹങ്ങൾ തിരമാലകളെ ഉയർത്തുന്നു. സമുദ്രത്തിലെ വൻ തിരകളായ പെരുവെള്ളങ്ങളുടെ മുഴക്കത്തെക്കാളും ഉയരത്തിൽ യഹോവ മഹിമയുള്ളവൻ. നിന്റെ സാക്ഷ്യങ്ങൾ എത്രയും നിശ്ചയമുള്ളവ. യഹോവയെ വിശുദ്ധി നിന്റെ ആലയത്തിന് എന്നേക്കും ഉചിതം തന്നെ. സങ്കീർത്തനം 94. പ്രകാരത്തിൻ്റെ ദൈവമായ യഹോവേ, പ്രകാരത്തിൻ്റെ ദൈവമേ, പ്രകാശിക്കണമേ. ഭൂമിയുടെ ന്യായവതിയെ എഴുന്നേൽക്കണമേ. ഡംബികൾക്ക് നീ പ്രതികാരം ചെയ്യണമേ. യഹോവയെ, ദുഷ്ടന്മാർ എത്രത്തോളം ഘോഷിച്ചുല്ലസിക്കും. അവർ ശകാരിച്ച് ധാർഷ്ട്യം സംസാരിക്കുന്നു. നീതികേട് പ്രവർത്തിക്കുന്ന ഏവരും പമ്പ് പറയുന്നു. യഹോവേ, അവർ നിന്റെ ജനത്തെ തകർത്ത് കളയുന്നു, നിന്റെ അവകാശത്തെ പീഡിപ്പിക്കുന്നു. അവർ വിധവയെയും പരദേശിയെയും കൊല്ലുന്നു, അനാഥന്മാരെ അവർ ഹിംസിക്കുന്നു. യഹോവ കാണുകയില്ല എന്നും യാക്കോബിൻ്റെ ദൈവം ഗ്രഹിക്കുകയില്ല എന്നും അവർ പറയുന്നു. ജനത്തിൽ മൃഗപ്രായരായവരെ ചിന്തിച്ചുകൊള്ളുവിൻ. ഭോഷന്മാരെ, നിങ്ങൾ എപ്പോൾ ബുദ്ധി വരും? ചെവിയെ നട്ടവൻ കേൾക്കുകയില്ലയോ? കണ്ണിനെ നിർമ്മിച്ചവൻ കാണുകയില്ലയോ? ജാതികളെ ശിക്ഷിക്കുന്നവൻ ശാസിക്കുകയില്ലയോ? അവൻ മനുഷ്യർക്ക് ജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുന്നില്ലയോ? മനുഷ്യരുടെ വിചാരമായ മായ എന്ന് യഹോവ അറിയുന്നു. യഹോവേ, ദുഷ്ടന് കുഴി കുഴിക്കുവോളം അനർത്ഥ ദിവസത്തെ നീ അവനെ വിശ്രമിക്കേണ്ടതിന് നീ ശിക്ഷിക്കുകയും നിന്റെ ന്യായപ്രമാണം നീ ഉപദേശിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവ തൻ്റെ ജനത്തെ തള്ളിക്കളയുകയില്ല, തൻ്റെ അവകാശത്തെ കൈവിടുകയുമില്ല. ന്യായവിധി നീതിയിലേക്ക് തിരിഞ്ഞു വരും. പരമാർത്ഥ ഹൃദയമുള്ളവരൊക്കെയും അതിനോട് യോജിക്കും. ദുഷ്കർമ്മികളുടെ നേരെ ആർ എനിക്ക് വേണ്ടി എതിർനിൽക്കും? നീതിയോട് പ്രവർത്തിക്കുന്നവരോട് ആർ എനിക്ക് വേണ്ടി എതിർത്ത് നിൽക്കും? യഹോവയെ എനിക്ക് സഹായമായിരുന്നുവെങ്കിൽ എൻ്റെ പ്രാണൻ വേഗം മൗനവാസം ചെയ്യുമായിരുന്നു. എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ യഹോവയെ, നിൻ്റെ ദയ എന്നെ താങ്ങി. എൻ്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വത്തിൽ നിൻ്റെ ആശ്വാസങ്ങൾ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. നിയമത്തിന് വിരോധമായി കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ടത സിംഹാസനത്തിൽ നിന്നോട് സഖ്യത ഉണ്ടാകുമോ? നീതിമാൻ്റെ പ്രാണന് വിരോധമായി അവർ കൂട്ടം കൂടുന്നു. കുറ്റമില്ലാത്ത രക്തത്തെ അവർ ശിക്ഷയ്ക്ക് വിധിക്കുന്നു. എങ്കിലും യഹോവ എനിക്ക് ഗോപുരവും എൻ്റെ ശരണശൈലമായ എൻ്റെ ദൈവവുമാകുന്നു. അവൻ അവരുടെ നീതികേട് അവരുടെ മേൽ തന്നെ വരുത്തും. അവരുടെ ദുഷ്ടതയിൽ തന്നെ അവരെ സംഹരിക്കും. നമ്മുടെ ദൈവമായ യഹോവ അവരെ സംഹരിച്ചു കളയും. സങ്കീർത്തനം 95. വരുവിൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ചു ഘോഷിക്കാം. നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടാം. നാം സ്തോത്രത്തോടെ അവൻ്റെ സന്നിധിയിൽ ചെല്ലുക, സങ്കീർത്തനങ്ങളോട് അവന് ഘോഷിക്കാം. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. ഭൂമിയുടെ അധോഭാഗങ്ങൾ അവൻ്റെ കയ്യിലാവുന്നു, പർവ്വതങ്ങളുടെ ശിഖരങ്ങളും അവനുള്ളവ. സമുദ്രം അവനുള്ളത്, അവൻ അതിനെ ഉണ്ടാക്കി. കരയെയും അവൻ്റെ കൈകൾ മനഞ്ഞിരിക്കുന്നു. വരുവിൻ, നാം വണങ്ങി നമസ്കരിക്കാം. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. അവൻ നമ്മുടെ ദൈവമാവുന്നു, നാമോ അവൻ മേയിക്കുന്ന ജനവും അവൻ്റെ കൈക്കിലെ ആടുകളുമാവുന്നു. ഇന്ന് നിങ്ങൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ മെരീബയെപ്പോലെ മരുഭൂമിയിൽ മസാ നാളിനെ പോലെയും നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു. എൻ്റെ പ്രവൃത്തി അവർ കണ്ടിട്ട് എന്നെ ശോധന ചെയ്തു. 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായിരുന്നു. അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ഒരു ജനം എന്ന് എൻ്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തവരെന്നും ഞാൻ പറഞ്ഞു.
ആകയാൽ അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്നും ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. സങ്കീർത്തനം 96. യഹോവയ്ക്കൊരു പുതിയ പാട്ട് പാടുവേൻ. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് പാടുവേൻ. യഹോവയ്ക്ക് പാടി അവൻ്റെ നാമത്തെ വാഴ്ത്തുവേൻ. നാൾതോറും അവൻ്റെ രക്ഷയെ പ്രസിദ്ധമാക്കുവേൻ. ജാതികളുടെ ഇടയിൽ അവൻ്റെ മഹത്വവും സകല വംശങ്ങളുടെ ഇടയിൽ അവൻ്റെ അത്ഭുതങ്ങളും വിവരിപ്പീൻ. യഹോവ വലിയവനും ഏറ്റവും സ്തുത്യനും ആവുന്നു. അവൻ സകല ദേവന്മാരെക്കാളും ഭയപ്പെടുവാൻ യോഗ്യൻ. ജാതികളുടെ ദേവന്മാരൊക്കെയും മിഥ്യാമൂർത്തികളത്രേ. യഹോവയോ ആകാശത്തെ ഉണ്ടാക്കിയിരിക്കുന്നു. ബഹുമാനവും തേജസ്സും അവൻ്റെ മുമ്പിലും ബലവും ശോഭ അവൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. ജാതികളുടെ കുലങ്ങളെ യഹോവയ്ക്ക് കൊടുപ്പീൻ. മഹത്വവും ബലവും യഹോവയ്ക്ക് കൊടുപ്പീൻ. യഹോവയ്ക്ക് അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുപ്പീൻ. തിരുമുൽക്കാഴ്ചയായി അവൻ്റെ പ്രകാരങ്ങളിൽ ചെല്ലുവേൻ. വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ യഹോവയെ നമസ്കരിപ്പീൻ. സകല ഭൂവാസികളായുള്ളവരെ അവൻ്റെ മുമ്പിൽ നടുങ്ങുവേൻ. യഹോവ വാഴുന്നു എന്ന് ജാതികളുടെ ഇടയിൽ പറയുവേൻ. ഭൂലോകം ഇളകാതെ ഉറച്ചു നിൽക്കുന്നു. അവൻ ജാതികളെ നേരോടെ വിധിക്കും. ആകാശം സന്തോഷിക്കുകയും ഭൂമി ആനന്ദിക്കുകയും സമുദ്രം അതിൻ്റെ നിറവും മുഴങ്ങുകയും ചെയ്യട്ടെ. വയലും അതിലുള്ളതൊക്കെയും ആഹ്ലാദിക്കട്ടെ. അപ്പോൾ കാട്ടിലെ സകല വൃക്ഷങ്ങളും ഉല്ലസിച്ചു ഘോഷിക്കും. യഹോവയുടെ സന്നിധിയിൽ തന്നെ അവൻ വരുന്നുവല്ലോ. അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നു. അവൻ ഭൂലോകത്തെ നീതിയോടെ ജാതികളെ വിശ്വസ്തോടും കൂടെ വിധിക്കും. സങ്കീർത്തനം 97. യഹോവ വാഴുന്നു. ഭൂമി ഘോഷിച്ചാനന്ദിക്കട്ടെ. ബഹുദ്വീപുകളും സന്തോഷിക്കട്ടെ. മേഘവും അന്ധകാരവും അവൻ്റെ ചുറ്റുമിരിക്കുന്നു. നീതിയും ന്യായവും അവൻ്റെ സിംഹാസനത്തിന് അടിസ്ഥാനമാവുന്നു. തീ അവന് മുമ്പായി പോകുന്നു. ചുറ്റുമുള്ള അവൻ്റെ വൈരികളെ ദഹിപ്പിക്കുന്നു. അവൻ്റെ മിന്നലുകൾ ഭൂതലത്തെ പ്രകാശിപ്പിക്കുന്നു. ഭൂമി കണ്ട് വിറയ്ക്കുന്നു. യഹോവയുടെ സന്നിധി സർവ്വഭൂമിയുടെയും കർത്താവിൻ്റെ സന്നിധിയിൽ പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകുന്നു. ആകാശം അവൻ്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നു. സകല ജാതികളും അവൻ്റെ മഹത്വത്തെ കാണുന്നു. വിഗ്രഹങ്ങളെ സേവിക്കുകയും ബിംബങ്ങളെ പ്രശംസിക്കുകയും ചെയ്യുന്നവരൊക്കെ ലജ്ജിച്ചു പോകും. സകല ദേവന്മാരുമായുള്ളവരെ അവനെ നമസ്കരിപ്പീൻ. സിയോൻ കേട്ട് സന്തോഷിക്കുന്നു. യഹോവയെ നിന്റെ ന്യായവിധികൾ ഹേതുവായി യഹൂദപുത്രിമാർ ഘോഷിച്ചാനന്ദിക്കുന്നു. യഹോവയെ നീ സർവ്വഭൂമിക്ക് മീതെ അത്യുന്നതൻ. സകല ദേവന്മാർക്കു മീതെ ഉയർന്നവൻ തന്നെ. യഹോവയെ സ്നേഹിക്കുന്നവരെ ദോഷത്തെ വെറുപ്പീൻ. അവൻ തൻ്റെ ഭക്തന്മാരുടെ പ്രാണനെ കാക്കുന്നു. ദുഷ്ടന്മാരുടെ കൈകളിൽ നിന്ന് അവരെ വിടുവിക്കുന്നു. നീതിമാന് പ്രകാശവും പരമാർത്ഥ ഹൃദയമുള്ളവർക്ക് സന്തോഷവും ഉദിക്കും. നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിപ്പീൻ. അവൻ്റെ വിശുദ്ധ നാമത്തിൽ സ്തോത്രം ചെയ്യുവീൻ. സങ്കീർത്തനം 98. യഹോവയ്ക്കൊരു പുതിയ പാട്ട് പാടുവീൻ. അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്നു. അവൻ്റെ വലങ്കൈ അവൻ്റെ വിശുദ്ധ ഭുജവും അവന് ജയം നേടിയിരിക്കുന്നു. യഹോവ തൻ്റെ രക്ഷയെ അറിയിച്ചും ജാതികൾ കാണെ തൻ്റെ നീതിയെ വെളിപ്പെടുത്തിയുമിരിക്കുന്നു. അവൻ ഇസ്രായേൽ ഗൃഹത്തിന് തൻ്റെ ദയയും വിശ്വസ്തയും ഓർത്തിരിക്കുന്നു. ഭൂമിയുടെ അറുതികളൊക്കെയും നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷ കണ്ടിരിക്കുന്നു. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവേൻ. കൊട്ടിഘോഷിച്ച് കീർത്തനം ചെയ്യുവേൻ. കിന്നരത്തോടും സംഗീതസ്വരത്തോടും കൂടെ തന്നെ കാഹളങ്ങളോടും ദൂര്യനാദത്തോടും കൂടെ രാജാവായ യഹോവയുടെ സന്നിധിയിൽ ഘോഷിപ്പീൻ. സമുദ്രവും അതിൻ്റെ നിറവും ഭൂതലവും അതിൽ വസിക്കുന്നവരും മുഴങ്ങട്ടെ. പ്രവാഹങ്ങൾ കൈകൊട്ടട്ടെ. പർവ്വതങ്ങൾ ഒരുപോലെ യഹോവയുടെ മുമ്പാകെ ഉല്ലസിച്ചു ഘോഷിക്കട്ടെ. അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നു. ഭൂലോകത്തെ നീതിയോടെ ജാതികളെ നേരോടും കൂടെ വിധിക്കും. സങ്കീർത്തനം 99. യഹോവ വാഴുന്നു. ജാതികൾ വിറയ്ക്കട്ടെ. അവൻ കെരൂബുകൾക്ക് മീതെ വസിക്കുന്നു. യഹോവ സിയോനിൽ വലിയവനും സകല ജാതികൾക്കും മീതെ ഉന്നതനുമാകുന്നു. അവൻ പരിശുദ്ധൻ എന്നിങ്ങനെ അവർ നിന്റെ മഹത്വവും ഭയങ്കരമായ നാമത്തെ സ്തുതിക്കട്ടെ. ന്യായതൽപരരായ രാജാവിൻ്റെ ബലത്തെ നീ നേരോടെ സ്ഥിരമാക്കിയിരിക്കുന്നു. നീ യാക്കോബിൻ നീതിയും ന്യായവും നടത്തിയിരിക്കുന്നു. നമ്മുടെ ദൈവമായ യഹോവ പുകഴ്ത്തുവേൻ. അവൻ്റെ പാദപീഠത്തിങ്കിൽ നമസ്കരിപ്പീൻ. അവൻ പരിശുദ്ധനാകുന്നു. അവൻ്റെ പുരോഹിതന്മാരിൽ മോശയ്ക്കും അഹരോനും അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരും ശൗമേലും ഇവർ യഹോവയോട് അപേക്ഷിച്ചു. അവൻ അവർക്ക് ഉത്തരമരുളി. മേഘസ്തംഭങ്ങളിൽ നിന്ന് അവൻ അവരോട് സംസാരിച്ചു. അവർ അവൻ്റെ സാക്ഷ്യങ്ങളും അവൻ കൊടുത്ത ചട്ടങ്ങളും പ്രമാണിച്ചു. ഞങ്ങളുടെ ദൈവമായ യഹോവേ, നീ അവർക്ക് ഉത്തരമരുളി. നീ അവർക്ക് ക്ഷമ കാണിച്ചിരിക്കുന്ന ദൈവവും അവരുടെ പ്രവൃത്തികൾക്ക് പ്രതികാരനുമായിരുന്നു. നമ്മുടെ ദൈവമായ യഹോവയെ പുകഴ്ത്തുവേൻ. അവൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നമസ്കരിപ്പീൻ. നമ്മുടെ ദൈവമായ യഹോവ പരിശുദ്ധനല്ലോ. സങ്കീർത്തനം 100. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവേൻ. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പീൻ. സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവേൻ. യഹോവ തന്നെ ദൈവം എന്നറിയുവേൻ. അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവരാവുന്നു. അവൻ്റെ ജനവും അവൻ മേയിക്കുന്ന ആടുകളും തന്നെ. അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവൻ്റെ പ്രകാരങ്ങളിൽ സ്തുതികളോടും കൂടെ വരുവേൻ. അവന് സ്തോത്രം ചെയ്ത് അവൻ്റെ നാമത്തെ വാഴ്ത്തുവേൻ. യഹോവ നല്ലവനല്ലോ. അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അവൻ്റെ വിശ്വസ്ത തലമുറയായി ഇരിക്കുന്നു. ആമേൻ.